നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. 120 മേഡം. അല്ല, എന്റെ കയ്യിൽ കാശൊന്നുമില്ല. കാശില്ലേ? മേഡത്തെ കണ്ട അങ്ങനെ തോന്നുന്നില്ലല്ലോ. ലുക്കിലൊന്നും ഒരു കാര്യമില്ല ഏട്ടാ. ചേറില് വിരിഞ്ഞ ചെന്താമരയാണ് ഞാൻ. ചേട്ടനൊരു കാര്യം ചെയ്യും, കാശിന് പകരം ആ കാർ എടുത്തോ. 120 രൂപയ്ക്ക് പകരം ഈ കാറോ? പിന്നല്ലാതെ. കാറിന്റെ കീ അതിൽ തന്നെ ഇരിപ്പുണ്ട്. എന്റെ ഹസ്ബൻഡ് വരുന്നതിന് മുമ്പ് എടുത്തോണ്ട് വെക്കോ. വട്ടാണോ അതോ ഹസ്ബൻഡിന് പണി കൊടുക്കുന്നതാണോ? ഹസ്ബൻഡിനാണ് വട്ട്, അതുകൊണ്ട് അതാ ആ കാറ് കൊടുക്കുന്നത്. ഇയാള് പോകുന്നില്ലല്ലോ. അതെ, സാറിന്റെ ഫോൺ വിളി കഴിയുമ്പോൾ പണി നടത്തണം. എന്താ സാറേ, ഞാൻ വാങ്ങിച്ച പുതിയ കാറായത്. ഇതോ? അതെ, നല്ല ലാഭത്തിൽ കിട്ടിയതാ. 120 രൂപയ്ക്ക് ഈ മേട തന്നത്. നീ നമ്മുടെ കാറ് വിറ്റോ? അയ്യോ അതെ, ഐസ്ക്രീമിന് കാശ് കൊടുക്കാൻ എന്റെ ഇല്ലാത്തോണ്ട് ഈ കാർ എടുത്തോളാൻ പറഞ്ഞു. എനിക്ക് കാറൊന്നും വേണ്ട, ഐസ്ക്രീമിന്റെ 120 രൂപ കിട്ടിയാ ഞാൻ പൊയ്ക്കോളാം. ചേട്ടാ, ബാക്കി കാശിനും കൂടെ ഉള്ള ഐസ്ക്രീം എടുത്ത് എന്റെ ഭാര്യയുടെ തലയിൽ കമഴ്ത്ത്. നന്നായിട്ട് തണുത്താലേ ചിലപ്പോ ഈ സൂക്കേട് മാറി കിട്ടും. സ്വന്തം ഭാര്യയെ വഴിയിൽ പോസ്റ്റ് ആക്കുന്ന സൂക്കേടെ ആദ്യം മാറ്റ്, അത് കഴിഞ്ഞിട്ട് എന്നെ ചികിത്സിച്ചാ മതി. സാറേ, ഭാര്യമാരെല്ലാം ഇങ്ങനെയാ സാറേ. മേഡം ഇനി സാറിനെ കൂടി വിൽക്കാതെ സൂക്ഷിച്ചോ. വിൽപ്പനയ്ക്ക് വെച്ച ആര് വാങ്ങാൻ വരാനാ? എല്ലാവരും എന്നെ പോലെ ക്ഷമയുള്ളവരാവില്ലല്ലോ. വണ്ടികൾ അല്ല, നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സിനിമ കാണാൻ. അതിനാണല്ലോ റെസ്റ്റോറന്റിൽ എല്ലാരും വരുന്നത്. അതെ, എല്ലാവരും റെസ്റ്റോറന്റിൽ വരുന്ന എന്തിനാന്ന് എനിക്കറിയാം, ഭക്ഷണം കഴിക്കാൻ. നമ്മൾ എന്തിനാ വന്നേന്നാ ചോദിച്ചത്. വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടല്ലേ ഇറങ്ങിയത്. അത് സാരമില്ല, ഒന്നുകൂടി കഴിക്കാം. ഇതെന്തിനാ എടുക്കുന്നേ? ആവശ്യമുണ്ട്. നീ ഇറങ്ങ്, ഇറങ്ങ്. അതെ, നെക്ലസ് കൊടുക്കേണ്ട ആൾ ഇവിടെ വന്നിട്ടുണ്ടോ? നീ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതി. ഇനി കുറച്ചു നേരം കൂടെ ഉള്ളൂ ഈ സസ്പെൻസ്. നിനക്ക് ടെൻഷൻ ഉണ്ടോ? എനിക്കെന്തിനാ ടെൻഷൻ? നെക്ലസ് സമ്മാനിക്കാൻ മാത്രം അടുപ്പമുള്ള എന്റെ ആളെ കാണാൻ. എനിക്ക് ഒരു ടെൻഷനും ഇല്ല. കള്ളം പറയണ്ട. കള്ളല്ല, സത്യം. എന്റെ ഭർത്താവിനോട് വഴക്കിടാൻ വേണ്ടി ഞാൻ പലതും പറഞ്ഞെന്നിരിക്കും. പക്ഷേ ഈ മനസ്സിൽ പെണ്ണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. പിന്നെ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു പ്രത്യേക റിലേഷൻഷിപ്പിൽ മാത്രമല്ല. അമ്മയ്ക്കും സഹോദരിക്കും ഗുരുവിനും ഫ്രണ്ടിനും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാം. ഇനി ഇതൊന്നും അല്ലാതെ ബിസിനസ് കാര്യങ്ങളിലും ഗിഫ്റ്റ് ഒരു ആയുധമാണ്. ഗൗതമിന്റെ ലക്ഷ്യം ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒന്നാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. യു ആർ റൈറ്റ്. ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്.
എന്ത് സർപ്രൈസ്? നേരത്തെ പറഞ്ഞാൽ അതെങ്ങനെ സർപ്രൈസ് ആവും? ശരി, വാ. എന്താ? ഇവിടുന്ന് അങ്ങോട്ട് നീ കണ്ണടയ്ക്കണം. എന്തിന്? അതൊന്നും ചോദിക്കാൻ പാടില്ല. സർപ്രൈസ് അല്ലേ? കണ്ണടച്ചു. കള്ളനോട്ടം വേണ്ട മോളെ, ഞാൻ നിന്റെ കണ്ണു പൊത്താൻ പോവാ. ഏയ് അയ്യോ, അതൊന്നും വേണ്ട പ്ലീസ്. വേണം, ഇത് പിടിക്ക്. അടക്ക്. എന്താ ഗൗതം ഇത്? എന്നെ വിഷുക്കണി കാണിക്കാൻ കൊണ്ടുപോവാണ്. ഇതും ഒരു കണി തന്നെ. അടക്ക്.